തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മികച്ച വിജയത്തിന് പിന്നാലെ പെർഫോമൻസ് ഓഡിറ്റിംഗിന് ഒരുങ്ങി മുസ്ലിം ലീഗ്. തദ്ദേശ സ്ഥാപനങ്ങളെയും ജനപ്രതിനിധികളെയും പെർഫോമൻസ് ഓഡിറ്റിംഗിന് വിധേയമാക്കും. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെ പ്രതിപക്ഷം ഇല്ലാതായതോടെയാണ് ലീഗിന്റെ പുതിയ നീക്കം. 6 മാസത്തിലൊരിക്കലാണ് ഓഡിറ്റിംഗ് നടത്തുക. ജംഷീർ കൊടിഞ്ഞിയാണ് ചേരുന്നത്. ജംഷീർ, മലപ്പുറം ജില്ലയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ലീഗിന് വിജയം കൊണ്ടുവന്നിരിക്കുകയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തുടർച്ച ലീഗ് ആഗ്രഹിക്കുന്നുണ്ടാകാം. അതിനാലായിരിക്കാം ഇത്തരത്തിലൊരു സംവിധാനം കൊണ്ടുവന്നത്, അല്ലേ? തീർച്ചയായിട്ടും നൗഫൽ, അതായത് നമുക്കറിയാവുന്നതുപോലെ അഭൂതപൂർവമായ ഒരു വിജയമാണ് മലപ്പുറം ജില്ലയിലും കേരളത്തിലുടനീളവും മുസ്ലിം ലീഗിനുണ്ടായിരിക്കുന്നത്. അത് ആ ഒരു ഘട്ടത്തിൽ മാത്രമല്ല, മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല. മലപ്പുറത്ത് തന്നെ 6 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പ്രതിപക്ഷമില്ല. അതോടൊപ്പം തന്നെ ചില പഞ്ചായത്തുകളിലൊക്കെ ഇത്തരത്തിലുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് ഒരു സുതാര്യത, ഈ ഭരണത്തിൽ ഒരു സുതാര്യത വരുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഇനി വരും നാളുകളിലും മുന്നോട്ട് പോകേണ്ടത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് പോകേണ്ടതുണ്ട്. മാത്രമല്ല, ഈ ഒരു വിജയത്തിൽ അതിൽ അമിതമായ ആത്മവിശ്വാസം വേണ്ട. അത് കൃത്യമായി തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് സുപ്രധാനമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഓഡിറ്റിംഗ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പെർഫോമൻസ് ഓഡിറ്റിംഗ് അത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മാത്രമല്ല, അവിടുത്തെ ജനപ്രതിനിധികളെ അടക്കം ഈ ഓഡിറ്റിംഗിന് വിധേയമാക്കും. 6 മാസത്തിൽ ഒരിക്കലാണ് ഇത്തരത്തിലുള്ള ഓഡിറ്റിംഗ് നടത്തുക. അത് പ്രതിപക്ഷം ഉള്ള തദ്ദേശ സ്ഥാപനങ്ങളിലും ഇല്ലാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മുസ്ലിം ലീഗ് ഇത്തരത്തിലുള്ള ഓഡിറ്റിംഗ് നടത്തും. എന്നിട്ട് അത് കൃത്യമായി പരിശോധിക്കും. എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകാനുള്ള അവസരം നൽകും. എന്നിട്ടും അതിൽ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ നടപടിയെടുക്കും. അത്തരത്തിലുള്ള കൃത്യമായ ഒരു ചിട്ടയായ ഏകീകരണത്തിലൂടെ മുന്നോട്ട് പോകാനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗം, സാദിഖ് അലി തങ്ങളുടെയും അതോടൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെയും നേതൃത്വത്തിലൊക്കെ ചേർന്ന ഉന്നത സമിതി യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. അത്തരത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കോട്ടക്കലിൽ ഒരു പ്രത്യേക യോഗം, കൺവെൻഷൻ വിളിച്ചിട്ടുണ്ട്. ലീഗിന്റെ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളെ അതോടൊപ്പം തന്നെ വിജയിച്ചിട്ടുള്ള ജനപ്രതിനിധികളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൺവെൻഷൻ വിളിച്ചിട്ടുണ്ട്. കൺവെൻഷൻ കൃത്യമായ വിവരങ്ങൾ കൈമാറുകയും ചെയ്യും. മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ഒരുക്കങ്ങളിലേക്ക് മുസ്ലിം ലീഗ് കടക്കുകയാണ്. അതിന്റെയും കൂടി ഒരു മുന്നൊരുക്കമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ എന്നുള്ളതാണ്. ഏതായാലും വലിയൊരു മുന്നേറ്റം മുസ്ലിം ലീഗ് സംസ്ഥാനത്തുടനീളം കാഴ്ചവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലും കാഴ്ചവെച്ചിട്ടുണ്ട്. അതിന്റെ അലയൊളികൾ അങ്ങനെ ഭ്രമിച്ച് മുന്നോട്ട് പോകാതെ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുസ്ലിം ലീഗ് ഇത്തരത്തിലുള്ള നീക്കവുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് നേതൃത്വം പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ പെർഫോമൻസ് ഓഡിറ്റിംഗുമായി മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരിക്കുന്നത്.